ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിട്ടുള്ളത് മത്തി അല്ലെങ്കിൽ ചാള പൊരിക്കുന്ന വീഡിയോയുമായിട്ടാണ്. എന്നാൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കുറച്ച് മത്തി കിട്ടിയതാണ്, അത് നമുക്ക് മുറിച്ച് കൊണ്ടുവരാം. മത്തിയുടെ മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലതുപോലെ ക്ലീൻ ചെയ്ത് ഉപ്പിട്ട വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുള്ളതാണ്. അതിന് കുറച്ച് മസാല പുരട്ടി കൊടുക്കണം. അതിനുവേണ്ടി 2 ചെറിയ ഉള്ളിയും 2 പച്ചമുളകും 3 വെളുത്തുള്ളിയും ഒരു ചെറിയ തക്കാളിയുടെ പകുതിയും കൂടി മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ച് കൊണ്ടുവരണം. അതിൽ കറിവേപ്പിലയുടെ പൊടിയും കൂടി ചേർത്ത് വേണം അരച്ചെടുക്കുവാൻ. ഇതൊക്കെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. പച്ചമുളകിന് നല്ല എരിവുള്ള പച്ചമുളകാണ്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കറിവേപ്പില ഉണക്കി പൊടിച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണ്. ഇത് നമുക്കൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. ഇട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം. ഇതിവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. പിന്നീട് ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുള്ളതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്ക് അരച്ചെടുത്ത അരപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് പുളിവെള്ളമാണ്, പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉണ്ട്. പിന്നീട് 1 ടീസ്പൂൺ കോൺഫ്ലോറാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഉപ്പിട്ട് കൊടുക്കണം. ഒന്ന് കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കാം. കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ആ മത്തി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കഴുകി വെച്ച മത്തി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ അരപ്പിലേക്ക് പിടിപ്പിക്കുന്ന വിധം എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഇവിടെ പുരട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. കോൺഫ്ലവർ ഇട്ട് കൊടുത്തത് മത്തിയുടെ മുകളിൽ ഞാൻ മസാല നല്ലതുപോലെ പിടിച്ച് കിട്ടുവാൻ വേണ്ടിയാണ്. നമുക്കെന്നാൽ ഇത് 10 മിനിറ്റ് മൂടിയിട്ട് മാറ്റി വെക്കാം. നമുക്ക് മൂടി തുറന്ന് നോക്കാം മത്തി പുരട്ടിച്ച് ഇങ്ങനെ ഉണ്ടെന്ന്. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കത് പൊരിച്ചെടുക്കാം. സ്റ്റൗ మీద ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഓരോ മത്തിയും നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ മീൻ പൊരിക്കുന്നത് ഇതുപോലെയല്ല, വാഴയിലയിലാണ് ഞാൻ പൊരിക്കാറ്. പക്ഷേ ഈ മത്തി ഞാൻ ഇതുപോലെയാണ് പൊരിച്ചെടുക്കുന്നത്. ഡയറക്റ്റ് വെച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. എല്ലാം ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ഭാഗം പൊരിഞ്ഞതിന് ശേഷം മറുഭാഗം നമുക്ക് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം 2 ഭാഗം പൊരിഞ്ഞ് വന്നതിന് ശേഷം മാത്രം നമുക്ക് ഈ പ്യൂരി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഈ മസാലക്കൂട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ ഗ്രേവിയിൽ അത് പൊരിഞ്ഞ് വരണം. അതാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. ചെമ്മീൻ റോസ്റ്റ് ഞാൻ എൻ്റെ ചാനലിൽ ഉണ്ടാക്കിയെടുത്ത സ്പെഷ്യൽ മസാല വെച്ചിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് എല്ലാവരും കണ്ട് അതുപോലെ ഉണ്ടാക്കി എന്ന് അറിഞ്ഞതിൽ വളരെയധികം ഇഷ്ടമുണ്ട്. എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതൊരു ഭാഗം റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് 2 ഭാഗവും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മസാലയുടെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ചെറിയ ഫ്ലെയിമിലാണ് തീ വെച്ച് കൊടുക്കേണ്ടതിന്. ആ മസാലയുടെ പച്ചമണം ഒക്കെ ഒന്ന് പോയി കിട്ടണം. അതിൽ പിടിച്ച് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മസാലയോട് കൂടിയുള്ള മത്തി കൂട്ടി കഴിക്കുവാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. ചോറിൻ്റെ കൂടെ കഴിക്കുവാൻ നല്ല ടേസ്റ്റാണ് ഇതുപോലെ മത്തി പൊരിക്കുകയാണെങ്കിൽ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മത്തി പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.
നല്ല മത്തി പൊരിച്ചത് ഇവിടെ റെഡിയാണ്. വായിൽ വെള്ളം മുറുന്ന തരത്തിലുള്ള മത്തി പൊരിച്ചതാണിത്. എന്നാൽ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.